ജൂലൈ 5, 2025 ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇതൊരു സാധാരണ ദിവസമായിരുന്നു. എന്നാൽ ഇന്ന് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 5 ഭീതിയുടെയും ആകാംക്ഷയുടെയും ദിനമാണ്. ജ്യോതിഷി ബാബ വാംഗയ്ക്ക് പിന്നാലെ 2025 പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ് ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റ് റിയോ തത്സുക്കി. 2011 ജപ്പാൻ സുനാമി മുതൽ പ്രശസ്ത ഗായകൻ ഫ്രെഡി മെർക്യൂറിയുടെ മരണം വരെ നിരവധി സംഭവങ്ങൾ കൃത്യമായി റിയോ തത്സുക്കി പ്രവചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തത്സുക്കിയുടെ പ്രവചനങ്ങൾ. 2025 ജൂലൈ 5 ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തം ഉണ്ടാകുമെന്നാണ് തത്സുക്കിയുടെ പുതിയ പ്രവചനം. 1999 പ്രസിദ്ധീകരിക്കപ്പെട്ട തത്സുക്കിയുടെ ദ ഫ്യൂച്ചർ ഐ സോ എന്ന മാംഗയാണ് ഈ ആശങ്കയുടെ ഉറവിടം. ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വിള്ളൽ വീഴും. എല്ലാ ദിശകളിലേക്കും വലിയ തിരമാലകൾ ഉയരും. പസഫിക് റിം രാജ്യങ്ങളെ സുനാമി നശിപ്പിക്കും. 2011 മാർച്ചിലുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പത്തേക്കാൾ 3 ഇരട്ടി വലിയ സുനാമി രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബാധിക്കുമെന്നാണ് തത്സുക്കിയുടെ പ്രവചനം. 2011 തോഹോക്കു ഭൂകമ്പം തുടർന്നുള്ള സുനാമിയും തത്സുക്കി പ്രവചിച്ചിരുന്നു. ഇവ കൃത്യമായി സംഭവിച്ചു. അന്ന് 12,000-ലധികം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തത്സുക്കിയുടെ മറ്റൊരു പ്രവചനമായിരുന്നു ഫുകുഷിമ ഡെച്ചി ആണവ ദുരന്തം. ഇത് 2011 മാർച്ചിൽ സംഭവിച്ചിരുന്നു. ദ ഫ്യൂച്ചർ ഐ സോ മാംഗ ഫിക്ഷന്റെ 11ാം പേജിലാണ് ജപ്പാനെ കാത്തിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. തത്സുക്കി നാളിതുവരെ നടത്തിയ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായതുപോലെ ജൂലൈ 5 സുനാമിയും ജപ്പാനെ തേടിയെത്തുമെന്ന് തന്നെയാണ് പരക്കെ വിശ്വസിക്കുന്നത്. തത്സുക്കിയുടെ ജൂലൈ 5 പ്രവചനം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചിരിക്കുന്നു. ജപ്പാനിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗിൽ 83% ഇടിവുണ്ടായിരിക്കുന്നത്. തത്സുക്കി തന്റെ പ്രവചനങ്ങളെ ഗൗരവമായി കാണരുതെന്നും പകരം വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയിരുന്നു. ശാസ്ത്രത്തിന് ഇന്നും ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൃത്യമായി പ്രവചിക്കാനാകുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതിനാൽ തന്നെ തത്സുക്കിയുടെ മാംഗ പ്രവചനങ്ങൾ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്നത് കണ്ടു തന്നെ അറിയാം.